മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുന്നത് ഷിരൂരിലെ അപകട സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ AK അഭിലാഷും സംഘവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, മണ്ണിടിഞ്ഞു കിടക്കുന്ന ഇടത്ത്, ആ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് അവിടെ അങ്ങോട്ടേക്ക് പോകാൻ പോലും കഴിയാത്ത തരത്തിലാണ്, അതായത് JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അവിടെ നമ്മൾ കണ്ട ആ ടവർ അടക്കം കിടക്കുന്നത് നമുക്കവിടെ കാണാം. നിർണായക ഘട്ടത്തിലേക്ക് പരിശോധന എത്തുകയാണ്. ഈ മൺകൂമ്പാരത്തിനടിയിൽ നമ്മുടെ അർജുനായുള്ള തെരച്ചിൽ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അർജുൻ്റെ ലോറിയാണോ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൽ ആ ഒരു മെറ്റൽ സാന്നിധ്യമായി കണ്ടത്? അതാണ് അറിയേണ്ടത്. മറ്റു വാഹനങ്ങളും അവിടെയുണ്ട്, മറ്റു വാഹനങ്ങളും അവിടെ പെട്ടുകിടക്കുന്നുണ്ട്. 3 പേരെ കാണാതായതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിലൊരാൾ നമ്മുടെ അർജുനാണ്, അതിലൊരു സ്ത്രീ ഉണ്ട് എന്നറിയുന്നു. ഒരു കാർ അവിടെ പെട്ടുപോയിട്ടുണ്ട്, കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ നമ്മുടെ ലോറി, നമ്മുടെ അർജുൻ ആ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോറി ലൊക്കേറ്റ് ചെയ്ത പ്രദേശം, അത് നേരത്തെ GPS സിഗ്നൽ കാണിച്ച അതേ ഇടം തന്നെയാണ് ഇപ്പോൾ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറും മെറ്റൽ സാന്നിധ്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇനി പരിശോധന നടക്കേണ്ടത്. അവിടെ ഇപ്പോൾ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് മണ്ണ് മാറ്റാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഈ മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ വഴിയിൽ നിന്ന് അവിടേക്ക് ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഇടത്തേക്ക് കയറാനുള്ള പാതയൊരുക്കണം. ആ പാതയൊരുക്കി ഇപ്പോൾ അവിടേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് സൂക്ഷ്മമായി ഈ മണ്ണ് മാറ്റണം. ബൈക്കുകളടക്കം അവിടെ നിർത്തിയിട്ടിട്ട് ചായ കുടിക്കാനൊക്കെ ആളുകൾ വരുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ബൈക്കുകളൊന്നും അവിടെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ആ മണ്ണിനടിയിൽ മനുഷ്യജീവനുണ്ട്. ആ മനുഷ്യജീവൻ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ അടിയിൽ എവിടെയോ ആണ് നമ്മുടെ അർജുനുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ AK അഭിലാഷും സംഘവും എത്തിയിരിക്കുന്നത്. അങ്കോലയിലെ ഷിരൂരിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ അതാണ് അവിടെ നടക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക്, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മലയൊന്നാകെ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് ഉരുളുപൊട്ടി എത്തുന്ന ദൃശ്യങ്ങൾ. AK അഭിലാഷ്, ഇപ്പോൾ സംഭവ സ്ഥലത്ത് നമുക്ക് ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം എത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അഭിലാഷ് ഇപ്പോൾ ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതേയുള്ളൂ. അഭിലാഷ്, ആ മണ്ണിനടിയിൽ നമ്മുടെ അർജുനെ കണ്ടെത്തി തിരികെ കോഴിക്കോട്ടേക്ക് സുരക്ഷിതനായി എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മളും ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. നിർണായക ഘട്ടത്തിലാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഈ ലോറി കിടക്കുന്ന ഇടം GPS-ൽ നേരത്തെ പൊസിഷൻ കണ്ടെത്തിയ അതേ ഇടം തന്നെയാണോ? എന്താണ് അഭിലാഷ് അവിടെ കാണുന്നത്? സുജിയ, നമ്മൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. കാരണം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. MLA അടക്കമുള്ള ആളുകളുടെ നിരന്തരമായ പരിശ്രമം ഒടുവിൽ ഫലം കാണുകയായിരുന്നു. മാധ്യമങ്ങളെ രാവിലെ മുതൽ തടഞ്ഞു വരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് കടത്തിവിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറായി. കലക്ടർ അടക്കമുള്ള ആളുകൾ അതിന് അനുമതി നൽകി. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ PRDയുടെ വാഹനത്തിൽ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഇവിടെ മണ്ണുമന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയാണ്, അതായത് മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ പാറക്കെട്ടുകളുണ്ട്, ഇടിഞ്ഞു വീണിരിക്കുന്ന മൺകൂന ുണ്ട്. ഇതൊക്കെ നീക്കേണ്ടതുണ്ട്. നേരത്തെ നടത്തിയ പരിശോധനയിൽ, റഡാർ ഉപയോഗിച്ച പരിശോധനയിലും അതോടൊപ്പം തന്നെ GPS മുഖേന നടത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ശുഭകരമായ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും അത് നമ്മൾ തിരയുന്ന ഈ അർജുൻ സഞ്ചരിച്ച പരിശോധനയിൽ കൃത്യമായ വിവരങ്ങൾ, അതായത് ലോറി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ NIT-യിൽ നിന്നുള്ള പ്രൊഫസർ അടക്കം അവിടെ സംഘത്തിലുണ്ടായിരുന്നു. കൃത്യമായി എവിടെയാണ് പൊസിഷൻ എന്നുള്ളത് എക്സാക്റ്റായി അറിയിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. അതുപയോഗിച്ചുള്ള പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞ ഉദ്യോഗസ്ഥർ. തീർച്ചയായിട്ടും ആ പരിശോധന ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ റഡാർ ഇപ്പോൾ ഈ ക്രെയിനിൽ നിന്ന് താഴെ ഇറക്കിയിരിക്കുന്നു. അതായത് ഇത് പരിശോധനയിൽ ഇത് കണ്ടെത്തി എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഇതിലെ കൃത്യമായ ലൊക്കേഷൻ ലഭ്യമായിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു പരിശോധന, അല്ലെങ്കിൽ മണ്ണും നീക്കം ചെയ്ത് ആ വാഹനം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഏതാണ്ട് നിരവധി 100-ലേറെ ജീവനക്കാരാണ്, ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്.
നടക്കുന്നത്. നിരവധി ക്രെയിനുകളുണ്ട്. അത്തരത്തിൽ വ്യാപകമായ ക്രിയാത്മകമായ ഒരു തെരച്ചിൽ തന്നെ ഇപ്പോൾ നടക്കുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ തന്നെ കൃത്യമായി ഇടപെട്ടു. അതിനുശേഷമാണ് ഇത്രയും ദ്രുതഗതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കുന്നു. ഏതായാലും ഈ ട്രക്ക് കണ്ടെത്തുക, അതിൻ്റെ ഉള്ളിൽ അർജുനെ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമുക്ക് മുന്നോട്ട് വരേണ്ടത്. അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അഭിലാഷ്, ആ സ്പോട്ടിൽ എത്തുമ്പോഴാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൂടെയാണ് അത് കണ്ടതെങ്കിൽ അവിടേക്ക് വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു JCB-യേക്കാൾ എത്രയോ ഉയരത്തിലാണ് ആ മൺകൂന ഇപ്പോൾ കിടക്കുന്നത്. ആ മൺകൂനയുടെ ഒരു ഭാഗം, അതായത് വശത്തു നിന്നുള്ള ഭാഗമല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. 1/2 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ മണ്ണിങ്ങനെ കിടക്കുന്നു എന്നതാണ് നമ്മൾ ഇന്നലെ അറിഞ്ഞത്. ഇന്നിപ്പോൾ അവിടെ എത്തുമ്പോൾ അഭിലാഷ് കാണുന്ന കാര്യങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മൾ കരുതിയതിനേക്കാൾ വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നതെന്ന് വേണം പറയാൻ. ഒരുപാട് ഉയരത്തിൽ നിന്ന് ഒരു മല തന്നെ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പുഴയിലേക്ക് നീങ്ങുന്ന രണ്ട് ഭാഗത്തായി ഇപ്പോൾ ഒരു പുതിയൊരു മല രൂപപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയിൽ, അതായത് മുകളിൽ നിന്ന് മണ്ണ് ഒലിച്ചു വന്ന് അല്ലെങ്കിൽ അടർന്ന് വന്ന് ഇപ്പോൾ നദിയുടെ ഭാഗത്തേക്ക് മറ്റൊരു മല രൂപപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഈ മണ്ണ് ഇവിടുന്ന് JCB ഉപയോഗിച്ച് ഈ ഭാഗത്തേക്ക് മാറ്റിയതായിരിക്കാം. ആ മണ്ണ് വീണ്ടും മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ മണ്ണ് പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏത് ദിശയിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് ഈ രീതിയിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് ഒരു വശത്തേക്ക് മാറ്റിയിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ഏതായാലും ഇപ്പോൾ കൃത്യമായ പരിശോധന JCB-കൾ ഉപയോഗിച്ച് മണ്ണ് ുന്നുണ്ട്. നിരവധി JCB-കൾ മണ്ണ് നീക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടെത്തി എന്ന് കരുതുന്ന ഇതിൻ്റെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ക്രെയിൻ കയറ്റി മണ്ണുമാന്തി യന്ത്രം കയറ്റി വെച്ചുകൊണ്ട് അവിടെ മണ്ണ് നീക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരത്തിൽ MLA അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ സ്ഥലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം കാണുന്നുണ്ട്. ഈ ക്രെയിനിൽ തന്നെ കയറിക്കൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുകയാണ്. ഏതായാലും ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് കൃത്യമായ ഒരു തരത്തിലേക്ക് ഈ പരിശോധന കടക്കുന്നു. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.